നമസ്കാരം ഗൈസ്, അജയ് റിയ ഹിയർ. വെൽക്കം ടു ട്രിപ്പ് കപ്പിൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് ഹാപ്പി ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അതിരാവിലെ തന്നെ ഫ്ലൈറ്റൊക്കെ കയറി കൈറോയിൽ നിന്ന് ലക്സോർ എന്ന് പറഞ്ഞ മറ്റൊരു അടിപൊളി ഈജിപ്ഷ്യൻ സിറ്റിയിൽ വന്ന് ഇറങ്ങിയേക്കാണ്. ഇങ്ങോട്ട് വരാൻ നമുക്ക് ഫ്ലൈറ്റും എടുക്കാം, ട്രെയിനുണ്ട്, ഓവർനൈറ്റ് ട്രെയിനും ഉണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റ് ചൂസ് ചെയ്താണ് കുഞ്ഞാവേ ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂറിൽ ഫ്ലൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് ഇവിടെ എത്തി. ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിലായിരുന്നു. ഈസി ആയിട്ട് എത്തി. അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഞങ്ങളൊരു ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തേക്കാണ്. ഹലോ. സോ നമ്മുടെ റൂം ഒന്ന് ചെറുതായിട്ട് ക്വിക്കായിട്ട് കാണിച്ചു തരാം. ചെറിയൊരു ലിവിങ് റൂം പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. മെസ്സാക്കുന്നതിന് മുമ്പ് കാണിക്കാം, പക്ഷേ 2 മിനിറ്റിനുള്ളിൽ നേടെ മെസ്സാവും. ഇവിടെ സ്റ്റോറേജ് ഉണ്ട്, ഇവിടെ പൗഡർ റൂം ഉണ്ട്, ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. നമ്മൾ ഇതിനെ ചെയ്യാം. ഈ കൊച്ചി ഇതിൻ്റെ കൂടെ വരുന്നതല്ല കേട്ടോ, ഞങ്ങൾ ഉണ്ടാക്കിയ 2 ബെഡായിട്ടാണ് അവർ തന്നേക്കുന്നത്. ആൻഡ് അവിടെ ബാത്റൂം, ആൻഡ് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് അടിപൊളി. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈൽ റിവർ കാണാൻ പറ്റും. നൈൽ റിവറിൽ കൂടെ ചെറിയ ബോട്ട് റൈഡ്സും അങ്ങനെയുള്ള ടൂറിസ്റ്റ് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങ് അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നൈലിൻ്റെ ആ സൈഡ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു മണ്ണിൻ്റെ ഡെസേർട്ടിൻ്റെ മലയൊക്കെ പോലെ ഉണ്ട്. ആ ഭാഗത്തോട്ടാണ് ഈ വാലി ഓഫ് കിങ്സും വാലി ഓഫ് ക്വീൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ ചുറ്റി കാണണമെങ്കിൽ നമുക്കൊരു ക്യാബും കാര്യങ്ങളും ഒക്കെ വേണം. നമ്മളിപ്പോൾ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ 5000-4000 വർഷത്തിൻ്റെ കാര്യങ്ങളാണ് കൈറോയിൽ കണ്ടത്. ഇങ്ങോട്ട് വരുമ്പോഴേക്കും 4000 to 3000 വർഷത്തിൽ പഴക്കമുള്ള കാര്യങ്ങളാണ്. നമ്മൾ യൂറോപ്യൻ സിറ്റീസിലും അല്ലെങ്കിൽ ടൗൺസിലൊക്കെ പോയിട്ട് ഈ 300 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് കാണുമ്പോൾ നമ്മൾ ഇറ്റ്സ് ഏൻഷ്യൻ്റ് എന്ന് പറയുന്നില്ലേ. ഈ 300 വർഷം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻകാർക്ക് എന്തോ ഒരാഴ്ച പോലത്തെ സെറ്റപ്പാണ്. 1000 വർഷം മുമ്പ് യൂറോപ്യൻസും പലരും ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങൾ ഈജിപ്ഷ്യൻസ് 5000 വർഷം മുമ്പേ ഉണ്ടാക്കി വെച്ചിരുന്നത് നമ്മൾ ചിന്തിക്കണം. അത് അതിനേക്കാളും ഗ്രാൻഡ് സ്കെയിലിൽ പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. ലക്സോർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നിഗൂഢതകൾ ഒളിച്ചു വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം പറഞ്ഞ പോലെ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് ഇവിടെ ലക്സോറിൽ പല സംഭവം ഇവരുണ്ടാക്കി വെച്ചേക്കണേ. അപ്പോൾ അവിടെ നിന്നുള്ള ഫറോസൊക്കെ കുറച്ചും കൂടി അവരുടെ ഒരു ടൈം സ്റ്റാമ്പ് അല്ലെങ്കിൽ സിഗ്നേച്ചർ പകർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സിറ്റിയാണ് ലക്സോർ. അതൊക്കെ നമുക്ക് ലക്സോറിൽ പല ബിൽഡിങ്സിൽ നമുക്ക് ടെമ്പിൾസിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. നമ്മൾ ലക്സോറിലെ അടിപൊളി കാഴ്ചകളൊക്കെ പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ലെറ്റ്സ് ഗോ. അങ്ങനെ എല്ലാ നാട്ടിൽ ഇതും ദോശ കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഞങ്ങൾ ലക്സോറിൽ എത്തിയേക്കാണ്. ലക്സോർ വളരെ ഉള്ളിലുള്ള സ്ഥലമല്ല. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫൈൻഡ് ചെയ്തു. എ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞിട്ടാണ് കടയുടെ പേര്. അധികം ഓപ്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ പരിപ്പ് കറിയും ചപ്പാത്തിയൊക്കെ കിട്ടി. ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടായിരിക്കും ലക്സോറിന് ആ പേര് വന്നത് എന്നാണ്. 7-ാം നൂറ്റാണ്ടിൽ അറബികൾ ഈ മണ്ണിലെത്തിയപ്പോൾ ഇവിടെയുള്ള കൂറ്റൻ ക്ഷേത്രങ്ങളും അവയിലെ ബൃഹത്തായ മതിൽക്കെട്ടുകളും കണ്ട് അവ കൊട്ടാരങ്ങളാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ അവർ ഈ സ്ഥലത്തെ അൽ ഉക്സൂർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതിനർത്ഥം ദ പാലസസ് അല്ലെങ്കിൽ ദ കാസിൽസ് എന്നാണ്. അൽ ഉക്സൂർ കാലക്രമേണ പരിഷ്കരിക്കപ്പെട്ട് ഇന്നത്തെ ലക്സോറായി മാറി. ലക്സോറിന്റെ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും നിൽക്കുന്നത് ലോക ചരിത്രത്തിന്റെ ഒരു സുവർണ അധ്യായത്തിന്റെ മുകളിലാണ്. പുരാതന ഈജിപ്തിന്റെ പ്രതാപകാലമായ ന്യൂ കിങ്ഡം കാലഘട്ടത്തിലെ തലസ്ഥാനമായിരുന്നു ഈ നഗരം. അന്ന് ഇതിനെ വാസെറ്റ് അഥവാ ചെങ്കോലിന്റെ നഗരം എന്നാണ് വിളിച്ചിരുന്നത്. ഗ്രീക്കുകാർ ലക്സോറിനെ തീബ്സ് എന്നും വിളിച്ചു. ഈജിപ്തുകാർ തങ്ങളുടെ പ്രധാന ദൈവമായ അമുൻറ വസിക്കുന്നിടമായി ഇതിനെ കരുതി. നൈൽ നദി ലക്സോറിനെ 2 ഭാഗങ്ങളായി തിരിക്കുന്നു. പുരാതന ഈജിപ്തുകാരുടെ വിശ്വാസപ്രകാരം സൂര്യൻ ഉദിക്കുന്ന കിഴക്ക് ജീവന്റെയും സൂര്യൻ അസ്തമിക്കുന്ന പടിഞ്ഞാറ് മരണത്തിന്റെയും ഇടമാണ്. ലക്സോറിനെ നമുക്ക് വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ എയർ മ്യൂസിയം എന്ന് വിളിക്കേണ്ടി വരും. ഭൂമിയിൽ ഒരിടത്തും ഇത്രയധികം പുരാതന സ്മാരകങ്ങൾ ഇത്രയും അടുത്തായി കാണാൻ കഴിയില്ല. നൈലിന്റെ ഈസ്റ്റ് ബാങ്ക് അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ദി ലിവിംഗ് എന്നാണ്. ജീവന്റെയും ആരാധനയുടെയും ഇടമായി കിഴക്കേ തീരം കണക്കാക്കപ്പെടുന്നു. ഇവിടെയാണ് ലോകപ്രശസ്തമായ കർണാക് ടെമ്പിളും ലക്സോർ ടെമ്പിളും സ്ഥിതി ചെയ്യുന്നത്. നൈലിന്റെ ഈസ്റ്റ് ബാങ്ക് അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ദി ലിവിംഗ് എന്നാണെങ്കിൽ നൈലിന്റെ വെസ്റ്റ് ബാങ്ക് അറിയപ്പെടുന്നത് എന്തായിരിക്കും? ലാൻഡ് ഓഫ് ദ ഡെഡ് എന്ന്. സൂര്യൻ അസ്തമിക്കുന്ന പടിഞ്ഞാറ് ഭാഗം മരിച്ചവരുടെ ലോകമായി പുരാതന ഈജിപ്തുകാർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ശവകുടീരങ്ങൾ ഇവിടെയാണ് നിർമ്മിച്ചത്. തൂത്തൻഖാമൻ ഉൾപ്പെടെയുള്ള പ്രശസ്തരായ 60-ലധികം ഫറവോകളുടെ ശവകുടീരങ്ങൾ ഇവിടെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രാർത്ഥനകൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി കിഴക്കേ തീരവും മരണാനന്തര ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്കായി പടിഞ്ഞാറേ തീരവും അവർ ഉപയോഗിച്ചു. രണ്ടിടത്തും പോയാൽ മാത്രമേ ലക്സോർ വിസിറ്റ് പൂർണ്ണമാകൂ.
വന്നേക്കുന്നത് ലെക്സോർ ടെമ്പിളിലോട്ടാണ്. ഈ ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്കിതെല്ലാം പറഞ്ഞു തരാനായിട്ട് ഒരു ചേട്ടനും കൂടെയുണ്ട്. ഇവിടെ 2 ഒബലിസ്കുകളുണ്ട്. നമ്മൾ ഈ ഏലിയൻ സെറ്റപ്പിലൊക്കെ പറയുന്നത് നമ്മുടെ വാഷിങ്ടൺ DC-യിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ അത് എന്തുകൊണ്ടാണ് ഈ രൂപം എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. ഇത് സ്വർഗ്ഗതുല്യമായ സ്ഥലം, ഇതൊരു പാരഡൈസാണ്. ഇതൊരു പള്ളിയോ അല്ലെങ്കിൽ ടെമ്പിളിനേക്കാളും ഗോഡിനെ വർഷിപ്പ് ചെയ്യാനല്ല, ഇവിടെ ഗോഡ് എന്താ പറയുന്നത്, കിങ്ഡത്തിനെ പ്രീച്ച് ചെയ്യുന്നതാണ്. ഇവിടെ രാജാവ് കിങ് ആവുന്നതും രാജാവ് ഗോഡ് ആവുന്നതുമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ ദ ഗ്രേറ്റ് അലക്സാണ്ടർ വരെ ഇവിടെ ക്രൗൺ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു ഇത് സ്വർഗമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ കാണുകയാണെങ്കിൽ റംസെസ് 2-ന്റെ രൂപം വളരെ എന്താ പറയുന്നത് സെൽഫായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ 6 രൂപവും സ്വന്തമായിട്ട് എൻ്റെ ഫിഗർ, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ ബോഡി, എൻ്റെ ഫുൾ ഫിഗർ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഉള്ള കാഴ്ചകൾ കണ്ടു നോക്കാവേ. ചേട്ടൻ അവിടെ എന്തോ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. You want to tell your name? My name in English, John. John. Hanna? John? Okay. Yes. Hello, John. Hello, my friend. Nice Hello. to meet you. You Nice. are welcome in Luxor Temple here. Thank I'm you. so happy when meet you. You are very kindly Indian people. Yes. Same skin, the same. Same skin, same everything. ലക്സോർ ടെമ്പിൾ ഏകദേശം 3400 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് BC 1400-ൽ അമൻഹോട്ടേപ്പ് മൂന്നാമൻ എന്ന ഫറോ ആണ് ഈ ഗ്രാൻഡ് പ്രൊജക്ടിന് തുടക്കമിട്ടത്. ഇതൊരു സാധാരണ പള്ളിയോ ക്ഷേത്രമോ ആയിരുന്നില്ല, മറിച്ച് ഫറവോകളുടെ ഡിവൈൻ കിങ്ഷിപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു റോയൽ സ്റ്റേജ് ആയിരുന്നു. പിന്നീട് വന്ന റാംസെസ് 2 എന്ന മാസ്റ്റർ ബിൽഡർ തന്റെ കൂറ്റൻ സ്റ്റാച്യൂസും മാനം മുട്ടി നിൽക്കുന്ന ഒബലിസ്കും വെച്ച് ഈ സ്ഥലത്തെ മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചു. ഇവിടുത്തെ നിർമ്മാണം ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് മിസ്റ്ററിയാണ്. ടൺ കണക്കിന് ഭാരമുള്ള സാൻഡ്സ്റ്റോൺസ് നൈൽ നദിയിലൂടെ കിലോമീറ്ററുകൾ ദൂരം വഞ്ചികളിൽ എത്തിച്ച് യാതൊരു ആധുനിക ടെക്നോളജിയും ഇല്ലാതെ ഇത്രയും പെർഫെക്റ്റായി എങ്ങനെ പണിതു എന്നത് ഇന്നും വണ്ടറാണ്. പക്ഷേ ലക്സർ ടെമ്പിളിനെ ശരിക്കും ഇൻട്രീഗിംഗ് ആക്കുന്നത് അതിനു ചുറ്റുമുള്ള കോൺസ്പിറസി തിയറീസ് ആണ്. പ്രശസ്തമായ ഒരു വാദം ഇതാണ്: ലക്സർ ടെമ്പിളിന്റെ ലേഔട്ട് മനുഷ്യ ശരീരത്തിന്റെ അനാട്ടമി വെച്ച് ഡിസൈൻ ചെയ്തതാണ്. തല മുതൽ പാദം വരെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ പണിത ഈ ക്ഷേത്രത്തെ ടെമ്പിൾ ഓഫ് മാൻ എന്നാണ് ചിലർ വിളിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ ഈ കല്ലുകളിൽ എൻകോഡഡ് ആണെന്ന് അവർ വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻട്രീഗിംഗ് ഫാക്ട് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു പള്ളിയുണ്ട് എന്നതാണ്. അബു ഹഗാഗ് മോസ്ക്. നൂറ്റാണ്ടുകളോളം മണലിനടിയിൽ ഈ ക്ഷേത്രം ഒളിഞ്ഞു കിടന്നപ്പോൾ അതിനു മുകളിലായി ആളുകൾ പള്ളി പണിതു. 19th സെഞ്ചുറിയിൽ മണൽ നീക്കം ചെയ്തപ്പോഴാണ് പള്ളി നിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ കോളംസിന് മുകളിലാണെന്ന സത്യം ലോകം കണ്ടത്. കോട്ടിയാടിന്ന് ഒരു വലിയൊരു ഇടനാഴിയിലോട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ നിറച്ച് എന്താ പറയുക 220 മീറ്റേഴ്സ് ഹൈറ്റിലുള്ള തൂണുകളാണ്. ഈ തൂണുകളൊന്നും അത്ര ഈസി ഒന്നും അല്ല. ഇതെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്തോട്ട് എന്തോരം ഡെഡിക്കേഷനും എന്തോരം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോയേക്കണേന്നുള്ളത്. ഇതെല്ലാം ഇവിടെ നിന്ന് ആസ്വാനി എന്നുള്ള കല്ലുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പണിയിപ്പിച്ചേക്കുന്നതാണ്. ആൻഡ് ഇവിടെയാണ് നമ്മൾ ബോയ് കിങ് എന്ന് പറയുന്ന ഖാമൻ്റെ ഞാൻ പേരുകൾ പഠിച്ചു വരുന്നുള്ളൂ. പുള്ളി 19 years ഓൾഡ് ആയപ്പോഴാണ് മരിച്ചത്. 19 years ഓൾഡ് ആണെങ്കിലും പുള്ളിയുടെ ഭാര്യയുടെ കൂടെയുള്ള പിക്ചറാണ് ഈ കാണുന്നത്. ഇവിടെ ഉള്ളതും കിങ്ങിൻ്റെ പേരെന്താ സഞ്ചാ? യെസ്. സോ ഇത് നോക്കുകയാണെങ്കിൽ ഭാര്യ കണ്ടോ സ്നേഹത്തോടെ കൈ ഇങ്ങനെ പിടിച്ചേക്കാണ്. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെസ്റ്റേഴ്സ് വരെ ആർട്ടിസ്റ്റുകൾ അതിനെ കണ്ടുപിടിച്ച് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങളിപ്പോൾ വാക്കിംഗ് ത്രൂ ദ പാരഡൈസ് ആണ്. ഇത് എന്താ പറയുന്നത്, ഇവിടെ 14 പില്ലേഴ്സാണ് ഉള്ളത്. ഈ 14 പില്ലേഴ്സ് മണ്ണിൻ്റെ അടിയിലായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ പെയിൻറ്റും കളറും ഒക്കെ പോയി. ഒരെണ്ണത്തിൽ മാത്രം ചെറുതായിട്ട് കളർ ബാക്കിയുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് 1, 2, 3 വർഷത്തിൻ്റെ കഥയല്ല, ഇത് 3000 വർഷങ്ങളുടെ കഥയാണ്. ഇവിടുത്തെ ഓപ്പൺ
ആയിട്ടുള്ള ഏരിയാസ് എല്ലാം പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരുക്കിയേക്കാണ്, പബ്ലിക്കിന് ഇവിടെ വരാനും വർഷിപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട്, ഈ ടെമ്പിൾസിന് ഉള്ളിലോട്ട് പോകാൻ ആകെ കിങ്ങിനും ഹൈ റോയൽറ്റി ഹൈ പ്രീസ്റ്റ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ 32 പില്ലേഴ്സാണ് ഈ കോർട്ട്യാർഡിലുള്ളത്. അത് 32 ഈജിപ്ഷ്യൻ പ്രൊവിൻസസിനെയാണ് കാണിക്കുന്നത്, അന്ന് കാലത്തെ പ്രൊവിൻസസ്. ഇപ്പോഴത്തെ ഡിവിഷൻ വേറെയാണ്. ഇതുപോലെ സ്ഥലങ്ങളിൽ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു എക്സസൈസാണ്, എന്താ പറയുക, ഞാനൊരു കോമൺ മാനായിട്ട് ആ ടൈമിൽ ഏത് ടൈമിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കണത്, ഇതിപ്പോൾ 3000 വർഷങ്ങൾക്ക് മുമ്പ്, ആ ടൈമിൽ ഒരു കോമൺ മാനായിട്ട് ഞാൻ ഇതുപോലെ സ്വന്തമായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യും. എന്നിട്ട് ഇതിൽ കൂടെയൊക്കെ നടക്കും. അപ്പോൾ എനിക്ക് സൈഡിലൊക്കെ ഫറവോസ് ഇരിക്കണത്, പ്രീസ്റ്റസ് നടന്നു പോകണതും, കോമൺ എന്നെ പോലത്തെ കോമൺ ആൾക്കാർ എൻ്റെ സൈഡിൽ വന്ന് നിൽക്കണതും ഇതൊക്കെ കണ്ട് അന്തം വീണതൊക്കെ ഇങ്ങനെ കണ്ട് നോക്കിക്കൊണ്ടിരിക്കും. ബിയേഡാണ്, പക്ഷേ ഭയങ്കര ഫണ്ണാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻഡിലോട്ട് എത്താണ്. ഇതാണ് ഇതിൻ്റെ ഓൾട്ടർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 വലിയ തൂണുകളുണ്ട്. ഇത് റോമൻ രാജ്യത്തിൽ നിന്ന് വന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് സമ്മാനം കൊടുത്താണ്. ഇതിന് ഉള്ളിലോട്ട് ആകെ ഹൈ പ്രീസ്റ്റിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതും ചെരുപ്പില്ലാതെ കടന്നു ചെന്ന് നമ്മൾ കാഴ്ച വെക്കാനുള്ളതെല്ലാം വെച്ചിട്ട് തിരിഞ്ഞ് നോക്കാതെ, മീൻസ് നമ്മൾ തിരിഞ്ഞ് ഉള്ള രൂപം കാണിക്കാതെ ഇങ്ങനെ ബാക്കിലോട്ട് തന്നെ നടന്ന് പുറത്ത് വരും. അതാണ് ഇവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ. ഈ ഇവിടുന്ന് അങ്ങറ്റത്തോട്ട് നോക്കും. ഈ ലക്സോ ടെമ്പിളിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അപ്പുറത്തോട്ടാണ് കർണാക് എന്ന് പറഞ്ഞ ടെമ്പിളുള്ളത്. അവിടോട്ട് ഒരു പ്രൊസഷൻ പോലെയാണ് ആൾക്കാർ പോയിട്ട് വരുന്നത്, ഈ രാജാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് പറയാൻ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ലക്സോർ ടെമ്പിളിനെയും അടുത്തതായി നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന കർണാക് ടെമ്പിളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അവനി ഓഫ് സ്ഫിങ്സസ് എന്നറിയപ്പെടുന്ന ഒരു റോയൽ ഹൈവേ ആണ്. ഏകദേശം 3 കിലോമീറ്റർ നീളമുള്ള ഈ പാതയിൽ 1000-ലധികം സ്ഫിങ്സുകളാണ് കാവൽ നിൽക്കുന്നത്. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഫറവോകൾ നിർമ്മിച്ച ഈ വഴി പണ്ട് ഒപ്പറ്റ് ഫെസ്റ്റിവൽ സമയത്ത് ദൈവങ്ങളെയും രാജാക്കന്മാരെയും സ്വർണ്ണ തോണികളിൽ എഴുന്നള്ളിച്ചിരുന്ന ഒരു സീക്രട്ട് പാത്തായിരുന്നു. നമ്മളിപ്പോൾ കർണക് ടെമ്പിളിലാണ് എത്തിയേക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ മധു ആണ്. മധു എന്ന പേര്, we also have the name Madhu. Really? Nice. Yeah, and it means honey, sweet. Oh, that's you are honey also. Nice to meet you. ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് കുറേ നോളജും ഒക്കെ അറിയാവുന്ന ഹീസ് എ ടീച്ചർ ഓൾസോ. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാനാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. സോ ഈ ടെമ്പിൾ എന്ന് പറയുന്നത്, ഈ ടെമ്പിൾ ഇരിക്കുന്നത് ഈ സൈഡിലോട്ടാണ്. അപ്പം നൈലിൻ്റെ ഈ സൈഡിൽ ജീവിതത്തെക്കുറിച്ചും ലൈഫിനുള്ളതും ബർത്തിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ഒരു ടെമ്പിളാണിത്. വെസ്റ്റ് സൈഡിൽ നാളെയാണ് നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നത്. അവിടെ ഡെത്ത് മീൻസ് ഇവിടെ സൺ റൈസ് ചെയ്യുന്നു, അവിടെയാണ് ഡെത്തിൻ്റെ കാര്യം. അതുകൊണ്ടാണ് അവിടെ കുറേ വാലി ഓഫ് കിങ്സ്, വാലി ഓഫ് ക്വീൻസ്, അങ്ങനെ ടോമ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഇപ്പം നമ്മൾ നടന്ന് പോകാൻ പോകുന്നത് ഈ ടെമ്പിൾ കോമ്പൗണ്ടിലോട്ടാണ്. ഇത് ഭയങ്കര വലുതായിരുന്നു. ഇപ്പോൾ കുറച്ച് റിമൈനിങ്സേ ബാക്കിയുള്ളൂ. ഈ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ നൈൽ നദിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കല്ലുകളും സാധനങ്ങളും ഒക്കെ നദിയിൽ കൂടെയാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. അവിടെ ബോട്ട് കൊണ്ട് അടുപ്പിച്ചിട്ടാണ് ഇവർ ഇറങ്ങിയിരുന്നത്. ആസ്വാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ അവിടെയും പോകുന്നുണ്ട് നമ്മുടെ ട്രിപ്പിൽ. ആസ്വാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ ഡാം പണിയപ്പോൾ വെള്ളം കുറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ നടക്കാനുള്ളത്. ഇതൊക്കെ 100 വർഷം മുമ്പത്തെ, 100 വർഷം എന്നുള്ളത് പുള്ളി എന്തോ കഴിഞ്ഞ ആഴ്ചത്തൊക്കെ പോലെയാണ് പുള്ളി സംസാരിക്കുന്നത്. എന്തായാലും നമുക്കിത് ഇവിടെ ആ ലേക്ക് വന്നതും അതിന് കയറാൻ ബോട്ട് അടുപ്പിച്ചിരുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. തുളസിയുടെ മണം. Yeah, smells like tulsi. Now I'm going to tell you one more thing. We have something which smells similar. Yeah. It's called tulsi. Tulsi. Yeah, it's basilica. Basilica. It's like a perfume. Basil, same Basil, thing. yeah. Yeah, or same thing, yeah. We call it Indian basil. Yeah. Yeah, so similar thing. ഈജിപ്തുകാരുടെ basil leaf. നമ്മുടെ സ്വന്തം തുളസി. Smells so good. And ഇതാണ് കർണക് ടെമ്പിളിൻ്റെ എൻട്രൻസ്. എൻ്റെ പൊന്നെ ഗ്രാൻഡ് സാധനം തന്നെ കേട്ടോ. ഐ കനോട്ട് വെയിറ്റ് ടു ഗോ ഇൻ സൈഡ്. നമ്മൾ നേരത്തെ പോയ ലക്സോർ ടെമ്പിള് ഒരേ ഒരു രാജാവിൻ്റെ ആയിരുന്നു. പണ്ടൊരു രാജാവ് ബിൽഡ് ചെയ്തു, പിന്നെ റാംസിസ് II അത് ബിൽഡ് ചെയ്ത് വലുതാക്കി.
ഇത് കുറേ രാജാക്കന്മാരുടെ ഹിസ്റ്ററിയുള്ള ടെമ്പിളാണ്. നമുക്ക് അതിനകത്ത് പോയി കാണാം. കർണാക് ക്ഷേത്രത്തിന്റെ ചരിത്രം ലക്സോറിന്റെ തന്നെ വളർച്ചയുടെ ചരിത്രമാണ്. കേവലം ഒരു രാജാവല്ല, മറിച്ച് ഏകദേശം 1500 വർഷത്തിലേറെ കാലം ഭരിച്ച 30ഓളം ഫറവോമാരുടെ പരിശ്രമ ഫലമാണ് ഈ സിറ്റി ഓഫ് ഗോഡ്സ്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് BC 1970കളിൽ മിഡിൽ കിങ്ഡം കാലഘട്ടത്തിലാണ്. ആദ്യകാലത്ത് ഇതൊരു ചെറിയ ക്ഷേത്രമായിരുന്നെങ്കിലും ന്യൂ കിങ്ഡം കാലഘട്ടത്തിൽ ലക്സോർ അഥവാ തീബ്സ് ഈജിപ്തിന്റെ തലസ്ഥാനമായതോടെ ഇതിന്റെ പ്രതാപം വർദ്ധിച്ചു. ഓരോ പുതിയ രാജാവും അധികാരമേൽക്കുമ്പോൾ തങ്ങളുടെ മുൻഗാമികളെക്കാൾ വലിയ നിർമ്മിതികൾ ഇവിടെ പണിയാൻ മത്സരിച്ചു. BC 1900 തുടങ്ങി ക്ലിയോപാട്രയുടെ കാലം വരെ നീണ്ടുനിന്ന ഒരു മെഗാ പ്രൊജക്റ്റാണിത്. കർണാക്കിനുമുണ്ട് കോൺസ്പിറസി തിയറീസ്. ചില ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി വിശ്വാസികൾ പറയുന്നത് കർണാക് വെറും ഒരു ക്ഷേത്രമല്ല, മറിച്ച് അത് പുരാതന ലോകത്തിലെ ഒരു ഏൻഷ്യന്റ് പവർ പ്ലാന്റ് ആയിരുന്നു എന്നാണ്. ഇവിടുത്തെ ഗ്രാനൈറ്റ് ഒബലിസ്കുകൾ പ്രപഞ്ചത്തിലെ എനർജി സ്വീകരിക്കാൻ കെൽപ്പുള്ള ആന്റിനാസ് പോലെയാണെന്ന് ഇവർ വാദിക്കുന്നു. പുരാതന ഈജിപ്ഷ്യൻ വിശ്വാസം അനുസരിച്ച് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ മണ്ണിലാണ് കർണാക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യ ദൈവമായ അമുണ്ട്ര വസിക്കുന്ന ഭൗമകേന്ദ്രമായി ഇതിനെ കരുതിപ്പോന്നു. കാലക്രമേണ ഇതൊരു വലിയ സാമ്പത്തിക കേന്ദ്രമായും മാറി. ക്ഷേത്രത്തിന് സ്വന്തമായി കൃഷിഭൂമികളും കപ്പലുകളും ആയിരക്കണക്കിന് തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഏലിയൻസ് ഒന്നും ഇല്ല ഗൈസ്, അവർക്ക് നല്ല പ്രൂഫ് ഉണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ. സോ കല്ലുകളെല്ലാം ഇങ്ങനെ ഒരു മൺതിൻ്റെ പോലെ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇങ്ങനെ കയറി ഇപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു മല പോലെ ഉണ്ട് കണ്ടോ. ആ മലയിലോട്ട് കയറി അവിടെ കൊണ്ടുപോയാണ് വെച്ചത്. ഈ പില്ലേഴ്സ് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ പ്രൂഫ് അവർ വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ. ആദ്യം കല്ല് മുകളിലോട്ട് അടുക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് അത് കൊത്തി അതിനെ സ്മൂത്തൻ ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കണേ. അവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ് കേട്ടോ. എന്നുവെച്ചാൽ കുറേ കാര്യങ്ങൾ അവർ ചിന്തിച്ച് ഇപ്പം നമ്മൾ വെള്ളത്തിനെ യൂസ് ചെയ്യാനും പുഷ് ചെയ്യാനും വീൽസും എല്ലാം യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ പുള്ളി ഞങ്ങളോട് പറയായിരുന്നു നിങ്ങളുടെ എല്ലാവരും എൻജിനീയേഴ്സ് അല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ 30 വർഷം മുമ്പത്തെ എൻജിനീയേഴ്സ് അല്ലേ എന്ന് പറയാം. എൻജിനീയേഴ്സ് ബ്ലഡിൽ തന്നെ എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യണം എന്നുള്ളത്. സോ നമുക്ക് ഉള്ളോട്ട് പോവാൻ. ഇതിൻ്റെ ഗേറ്റ് മാത്രമായിട്ടുള്ളൂ. ഇത് ഈ ഓപ്പൺ ഏരിയ എന്ന് പറയുന്നത് എന്താ പറയുക ഈജിപ്ഷ്യൻ ആൾക്കാർക്ക് ഫാമേഴ്സിനൊക്കെ വരാനായിട്ട്. ഉള്ളോട്ട് പോകുമ്പോൾ ഗ്രേഡിങ് അനുസരിച്ചാണ്. നോബിൾസിന് ഒരു സ്ഥലം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കിങ്സിന് മാത്രം, റോയൽറ്റീസിന് മാത്രം, അത് കഴിഞ്ഞാൽ ഹൈ പ്രീസ്റ്റിന് മാത്രം, അങ്ങനെ കുറഞ്ഞ് വരും. കൂടി വരും. കൂടി വരും. That is a famous knife, Nefertari. Okay. And Ramses II, he make hand together like that. Okay. He's like that, like a mummy. Okay. Why is that? Do you know? So when the king died, he put like that. That's Okay. the god is named Osiris. The god Osiris is the god of underworld, and he's shaped like that. That's meaning you die. Okay. Death. But what about when you be alive? You do his legs like this, like move, like walk, walking? like this one. Oh, okay. Life and death, come back after life. That's what they do. Okay. ഞാൻ പറഞ്ഞില്ലേ ഈജിപ്ഷ്യൻസ് ഒബ്സസ്ഡ് വിത്ത് എന്താ പറയുക ഡെത്തിനായിട്ടും ആഫ്റ്റർ ലൈഫിൻ്റെ കാര്യത്തിലും. അപ്പോൾ അത് എല്ലായിടത്തും കാണുകയാണ്. അത് എത്ര അവരുടെ ബിലീഫിൽ ഒരു ദൈവമാണെങ്കിലും പല ദൈവമാണെങ്കിലും അവർ ഈ ആഫ്റ്റർ ലൈഫിൻ്റെ കാര്യത്തിൽ ക്ലിയർ കട്ടായിട്ട് അവർ സ്ട്രോങ് ആയിട്ടാണ് നിന്നിരുന്നത്. ഇവിടെ ഇതുപോലത്തെ 134 പില്ലേഴ്സാണുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കളർഫുൾ ആയിട്ട്. ആൻഡ് ഇതിൻ്റെ മുകളിലൊരു ഇതും ഉണ്ടായിരുന്നു, റൂഫും ഉണ്ടായിരുന്നു. അത് നോബിൾസിന് വേണ്ടി നിൽക്കാനുള്ള സ്ഥലമാണ്. മീൻസ് അവർക്ക് വെയിൽ കൊള്ളാണ്ട് നിൽക്കാനുള്ള സ്ഥലം. ഇതെല്ലാം നിൽക്കുന്ന 3500 വർഷങ്ങളുടെ മുമ്പത്തെ കഥയാണ് ഇവർ ഈ പറയുന്നതെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സൊക്കെ. ഇതിന് മുകളിലോട്ട് അതൊരു ട്രീ ആയിട്ടാണ് അവരതിനെ പാപ്പിറസിന്റെ ട്രീ ആയിട്ട്. ഇതിന്റെ മീനിങ്സ് ഒക്കെ നമുക്ക് ഡീകോഡ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ടൈപ്പ് എന്താ പറയുക എസ്കേപ്പ് റൂം പോലെയൊക്കെ ആയിരുന്നു. അടിപൊളി ആയനല്ലേ. ഇവിടെ ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് 2 ഒബ്ലിസ്കുകളാണ്. ഇവിടെ 10 എണ്ണം ഉണ്ടായിരുന്നു. അതിലും മുകളിലൊക്കെ ഗോൾഡൊക്കെ വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഈ കല്ല് ഗ്രാനൈറ്റ് ആണ്. ഇത് ആസ്വാൻ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കുറച്ച് സൗത്തിലോട്ടുള്ളൊരു സ്ഥലത്ത് ഒരു ഗ്രാനൈറ്റ് മലയുണ്ട്. ആ മലയിൽ നിന്ന് അവർ കൊണ്ടുവന്നു. ഇതൊരു സിംഗിൾ പീസായിട്ടാണ് ഇവിടോട്ട് കൊണ്ടുവന്നത്. ഇത് കൊത്തി ഇതിങ്ങനെ നിർത്തിയേക്കുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെയായിരിക്കും ഒരു മാൻ പവർ വെച്ചിട്ട് ഇതെങ്ങനെ പൊക്കി ഇങ്ങനെ നിർത്തി അവിടെ നിന്ന് വെള്ളത്തിൽ ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ടാവും.
പക്ഷെ അതിന് ഇവിടെ വന്ന് പ്ലേസ് ചെയ്തു, അത് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. അതവിടെ കൊണ്ട് നിർത്തിയല്ല, ഇപ്പോഴും അത് ഒരു പ്രശ്നവുമില്ലാണ്ട് ഇവിടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കണു എന്നുള്ളതാണ്. ഇവിടെ റാംസീസിൻ്റെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. ഈ ഭാഗത്തോട്ട് വരുമ്പോൾ തന്നെ പുള്ളിയുടെ സ്റ്റോറീസിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒബലിസ്ക് വെച്ചേക്കുന്നത് ഒരു രാജകുമാരിക്ക് വേണ്ടിയിട്ടാണ്. സോ പുള്ളിക്കാരി നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ മഞ്ജു വാര്യർ, യെസ്, അതുപോലെ ആൺവേഷം കെട്ടി ഈ ഈജിപ്തിനെ 20 വർഷത്തോളം പുള്ളിക്കാരി ഭരിച്ചിട്ടുണ്ട്. ഐ മീൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു സമയത്ത് അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ലേഡിക്ക് അങ്ങനെ ഒരു ധൈര്യം കിട്ടി അത് ചെയ്തെടുത്തിട്ടുണ്ട്. ലോക്കൽസിനൊന്നും അറിയത്തില്ലായിരുന്നു പുള്ളിക്കാരി ഒരു പെണ്ണാന്നുള്ള കാര്യം. അവർ ഫെറോ ആയിട്ടാണ് അവരെ കണ്ടേക്കുന്നത്, ഭരിച്ചേക്കുന്നത്. ഇപ്പം ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ, ഇങ്ങനെ സെക്സ് ഒന്നും അതിനകത്തൊരു കാര്യമേ അല്ല. നമ്മൾ എങ്ങനെ ഭരിക്കുന്നു, എങ്ങനെ ആ നാടിനെ ഒന്നിച്ചു വെച്ചേക്കുന്നു എന്നുള്ളതല്ലേ കാര്യം. ലക്കിന് വേണ്ടിയിട്ട് ഇതിന് ചുറ്റും വട്ടം വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്, നോക്കട്ടായിട്ട് അടിക്കുമെന്ന്. ഈ കാണുന്നത് സ്കരാബ് ബീറ്റിലാണ്. സ്കരാബ് ബീറ്റ് ഡങ്ക് ബീറ്റിലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വലിയ ഒരു ഡങ്കിൻ്റെ ഒരു പൂപ്പിൻ്റെ ഒരു ബോൾ അതിന് ഉരുട്ടി കൊണ്ടേ കളയും. അത് പല മീനിങ് ഉണ്ട്. അത് വേസ്റ്റ് കൊണ്ടേ കളയണ ആളെന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ ഇതുപോലെ സൺറൈസ് മുതൽ ഉരുട്ടിക്കൊണ്ട് സൺസെറ്റ് ചെയ്യിക്കുന്നതും ഈ ബീറ്റിലാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മമ്മി സിനിമ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്കരാബ് ബീറ്റിൽസിൻ്റെ ഒരു ഭീകര സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ ബീറ്റിലാണ് ആ മുകളിലിരിക്കുന്നത് കേട്ടോ. ലക്സോറിൽ തന്നെ വളരെ സീക്രട്ട് ആയിട്ടൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഇവർ വർഷിപ്പ് ചെയ്യുന്ന ഗോഡ് റാ എന്ന് പറയുന്നവരെ വർഷിപ്പ് ചെയ്തിരുന്ന സ്ഥലമാണ്. സോ ഇവിടെ അവരങ്ങനെ എന്താ പറയുന്നത്, വലിയ മോശപ്പെട്ട സാക്രിഫൈസും കാര്യങ്ങളൊന്നുമില്ല, ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് അതിവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. ആൻഡ് അതിൻ്റെ കുറേ എങ്ങനെയാണ് ആ ടേബിളിൽ എങ്ങനെയാണിരിക്കും എന്നുള്ള പിക്ചറൈസേഷൻ ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ ഈജിപ്തിലുള്ള രാജാക്കന്മാരെല്ലാവരും ഈ കുറേ കാര്യങ്ങൾ പണിയുന്നുണ്ട്. പക്ഷേ ഈ ചില സമയത്ത് അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എങ്ങനെയായിരുന്നു, അത് എന്തിനു വേണ്ടിയായിരുന്നു, അങ്ങനെയുള്ളതൊന്നും നമ്മളറിയില്ല. ഈ ഇവിടെ മാത്രമാണ് ഒരു രാജാവ് ഇത് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ പിക്ചേഴ്സ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കത് പുറത്തു പോകുമ്പോൾ എവിടെയോ കാണാൻ പറ്റും. ഞാൻ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ. അത് ആ പിക്ചർ വെച്ചിട്ടാണ് ഇവർക്ക് പറയാൻ പറ്റുന്നത്, ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ. സോ അങ്ങനെയുള്ള എന്താ പറയുക ബിൽഡിങ്സിനെ ആർട്ടായിട്ട് കാണിച്ചേക്കുന്ന ഫസ്റ്റ് ടെമ്പിളും കൂടെയാണിത്. ആൻഡ് ഇവിടെ നമ്മൾ വരാണ്, നമ്മളറിയാലോ ജൂൺ 21 ലോങ്സ്റ്റ് ഡേയും ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ December 20. സോ December 21 നമ്മൾ വരികയായിരുന്നെങ്കിൽ നമുക്ക് സൺ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തേക്കണ കാണാൻ പറ്റും. ആദ്യം ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഇവിടെ എത്ര മണിക്ക് എത്താൻ പറ്റും എന്നുള്ളത്. അപ്പോൾ പറയും 6 മണിക്ക് എത്താം. അപ്പോൾ ഞങ്ങൾക്ക് സൺ അവിടെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു, ഒരു മാസം കൂടി കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് അടിപൊളി ഫോട്ടോ ആയിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ ചെറുതായിട്ട് ആംഗിളൊക്കെ, പക്ഷെ 3000 വർഷം ഡസൻ മേക്ക് എനി ഡിഫറൻസ് അല്ലേ. സോ അതുകൊണ്ട് അത് കറക്റ്റ് അവിടെ തന്നെ വരണതേ കാൽക്കുലേഷൻസ്. ലക്സോറിലെ കാഴ്ചകൾ ഇന്നിവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് നമ്മൾ കണ്ട ഈ ബ്രഹ്മാണ്ഡമായ ക്ഷേത്രങ്ങൾ നൈൽ നദിയുടെ കിഴക്കേ തീരത്തെ, അതായത് ദ ലാൻഡ് ഓഫ് ദി ലിവിങ്ങിലെ കാഴ്ചകൾ മാത്രമാണ്. പക്ഷേ ലക്സോറിൻ്റെ യഥാർത്ഥ നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്നത് നൈൽ നദിയുടെ അക്കരെയാണ്. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പോകുന്നത് സൂര്യൻ അസ്തമിക്കുന്ന മരണത്തിൻ്റെ ലോകത്തേക്കാണ്, ദ ലാൻഡ് ഓഫ് ദ ഡെഡ്. അവിടെ പർവ്വതങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ഒളിപ്പിച്ചു വച്ച ഫറവോമാരുടെ ശവകുടീരങ്ങൾ നമ്മൾ സന്ദർശിക്കും. തുറക്കുന്നവരെ കാത്തിരിക്കുന്ന പുരാതന ശാപങ്ങളും ആരും ഇതുവരെ ഉത്തരം കണ്ടെത്താത്ത നിഗൂഢ രഹസ്യങ്ങളും നമുക്ക് ഒരുമിച്ച് അൺലോക്ക് ചെയ്യാം. ഈ മിസ്റ്ററി മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുക. ലക്സോറിലെ ആ നിഗൂഢമായ ശവകുടീരങ്ങൾക്കുള്ളിലേക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ചിറങ്ങാം.